എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം. HSA സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയുള്ള HSA നോട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളതിൽ ഇന്നേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാനും ജോലി നേടിയെടുക്കാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. നമ്മൾ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യപടി എന്നോണം കേരളത്തിലെ നദികളെക്കുറിച്ചും കേരള രാഷ്ട്രീയം ഒരു അവലോകനം എന്നീ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ HSA സോഷ്യൽ സയൻസുകാർ കൂടാതെ സെറ്റ് നെറ്റ് എക്കണോമിക്സുകാർക്കും LSS പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നവർക്കുമായിട്ടുള്ള ക്ലാസ്സുകൾ ഐസക് എന്ന ചാനലിലൂടെ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ. അപ്പോൾ 1757 പ്ലാസി യുദ്ധത്തോടു കൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം പ്രധാനമായിട്ടും ആരംഭിച്ചു. ഒഫീഷ്യലായിട്ട് ആരംഭിച്ച ഒരു വർഷമായിരുന്നു പ്ലാസി യുദ്ധം. അപ്പോൾ എവിടെയാണ് പ്ലാസി? ബംഗാളിലാണ്. അപ്പോൾ 1757 പ്ലാസി വാറോട് കൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ ബംഗാളിൽ തുടക്കമിട്ട ഗവർണറുടെ പേരാണ് റോബർട്ട് ക്ലൈവ്. ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അല്ലെങ്കിൽ തുടക്കം കുറിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നാണ് അറിയപ്പെടുന്നത്. ബാബർ ആരായിരുന്നു? ശരിയായിട്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ബാബർ. ഓക്കെ, അദ്ദേഹത്തിന് ചില വിശേഷണങ്ങളുണ്ട്. നവാബ് മേക്കർ എന്നൊരു വിശേഷണമുണ്ട്. കൂടാതെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന വിശേഷണവും അദ്ദേഹത്തിന് നൽകിയത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ചാത്താം പ്രഭുവായിരുന്നു. അപ്പോൾ എനിക്ക് 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഇന്ത്യ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞു. എനിക്ക് 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഇന്ത്യ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞ ഗവർണറും ആരായിരുന്നു? ബംഗാളിലെ ഗവർണറുമായിരുന്നു റോബർട്ട് ക്ലൈവ്. അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവിൻ്റെ വിശേഷണങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ, നവാബ് മേക്കർ, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ്, എനിക്ക് 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞതും റോബർട്ട് ക്ലൈവ് ആണ്. പിന്നെ ബംഗാളിൽ ദ്വീപ് ഭരണം ഏർപ്പെടുത്തി റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വീപ് ഭരണം ഏർപ്പെടുത്തി. കൂടാതെ ആത്മഹത്യ ചെയ്ത ഒരു ഗവർണറും കൂടിയാണ്. ബ്രിട്ടീഷ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലോ ചേർക്കുമല്ലോ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഗവർണർ ജനറൽമാരെക്കുറിച്ചോ അല്ലെങ്കിൽ വൈസ്രോയിമാരെക്കുറിച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ നികുതി വ്യവസ്ഥകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളാവാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ പോയിൻറ്റുകളും വളരെ ശ്രദ്ധിച്ചിരുന്നാലാണ് അത് അറ്റൻഡ് ചെയ്യാനും ആൻസർ ചെയ്ത് നിങ്ങൾക്ക് 1 മാർക്ക് നേടാനായിട്ടും സാധിക്കുകയുള്ളൂ. PSCയിൽ 1 മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ വ്യത്യാസമാണ്. 1 മാർക്കിൽ നല്ല റാങ്കുകൾ നമുക്ക് കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഹെൻറി വാൻ സിസ്റ്റാർട്ട്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ബക്സർ യുദ്ധം, ബീഹാറിലെ ബക്സാറിൽ 1764 യുദ്ധം നടന്നത്. അതോടുകൂടി ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ് ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചു. വാറൻ ഹേസ്റ്റിംഗ്, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോബർട്ട് ക്ലൈവും വാൻസി സ്റ്റാർട്ടും ബംഗാളിലെ ഗവർണർ എന്നായിരുന്നു. പക്ഷെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? ആദ്യത്തെ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ കാലം ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. അദ്ദേഹം ഈ ബംഗാളിൽ നിലനിന്നിരുന്ന ദ്വീപ് ഭരണം നിർത്തലാക്കി. വാറൻ ഹേസ്റ്റിംഗ് എന്ത് ചെയ്തു? ബംഗാളിൽ നിലനിന്നിരുന്ന ദ്വീപ് ഭരണം നിർത്തലാക്കി. കൂടാതെ മറ്റൊരു നേട്ടമുണ്ട്. നമ്മൾ ഡൽഹിയിൽ കാണുന്ന സുപ്രീം കോടതി 1774 കൊൽക്കത്തയിൽ സ്ഥാപിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അപ്പോൾ കൊൽക്കത്തയിൽ സുപ്രീം കോടതി 1774 സ്ഥാപിച്ചത് ആരുടെ കാലത്തായിരുന്നു? വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്തായിരുന്നു. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? എലീജ ഇംബെ. ആദ്യമായി ഇംപീച്ച്മെൻറ്റിന് നേരിട്ട വ്യക്തിയായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ആദ്യമായിട്ട് ഇംപീച്ച്മെൻറ്റ് നേരിട്ടു. ഓക്കെ, ക്വിൻക്വിനൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതും വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു.
ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയത് ആരായിരുന്നു? ചാൾസ് ഡിക്കൻസ് ആണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയത് ചാൾസ് ഡിക്കൻസ് ആണ്. എന്നാൽ അതിലൊരു ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. അതിന് ഒരു ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. റിംഗ് ഫെൻസ് എന്ന നയം നടപ്പിലാക്കി. റിംഗ് ഫെൻസ് എന്ന നയം നടപ്പിലാക്കിയതും ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്താൻ വേണ്ടിയിട്ട് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 വില്യം ജോൺസ് സ്ഥാപിച്ചു. അതും ഈ വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ്. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 സ്ഥാപിച്ചു. കൊൽക്കത്തയിൽ വില്യം ജോൺസ്. പിന്നെ പിറ്റ്സ് ഇന്ത്യ ആക്റ്റും വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്തായിരുന്നു. 1784 പിറ്റ്സ് ഇന്ത്യ ആക്റ്റും വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്തായിരുന്നു. ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും അദ്ദേഹമാണ്. ബനാറസ് ഉടമ്പടിയിലും ഒപ്പുവെച്ചത് ഇദ്ദേഹമാണ്. അടുത്തതാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ചത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നും കോൺവാലിസ് പ്രഭു അറിയപ്പെടുന്നു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നതും ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. പോലീസ് സമ്പ്രദായം, ക്രിമിനൽ കോടതികളും എന്നിവയെ സ്ഥാപിച്ചു. അപ്പോൾ പോലീസ് സമ്പ്രദായത്തിൻ്റെ പിതാവും ഇദ്ദേഹം തന്നെയാണ്. പോലീസ് സമ്പ്രദായം, ക്രിമിനൽ കോടതികൾ. അപ്പോൾ നിയമത്തിന് ആവശ്യമായ എല്ലാ സമ്പ്രദായങ്ങളും ആവിഷ്കരിച്ചത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവായിരുന്നു. ഇതിനെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നും ഇന്ത്യൻ പോലീസ് സിസ്റ്റത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതും കോൺവാലിസ് പ്രഭുവിൻ്റെ കാലത്താണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? ഇത് പല തവണയായിട്ടും ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ് 1791. പിന്നെ നമ്മുടെ ഇവിടെ നിലനിന്നിരുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ ജമീന്ദാർ നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ്. മറന്നു പോവരുത്. ഇദ്ദേഹം ഇന്ത്യയിൽ വെച്ച് അന്തരിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം ഗംഗാ തീരത്തെ ഗാസിപൂറാണ്. ഗംഗാ തീരത്തെ ഗാസിപൂറാണ്. അടുത്തയാളാണ് സർ ജോൺ ഷോർ. ഇടപെടാതിരിക്കൽ നയം നടപ്പിലാക്കിയ വ്യക്തിയാണ് സർ ജോൺ ഷോർ. ഇടപെടാതിരിക്കൽ നയം നടപ്പിലാക്കിയ വ്യക്തിയാണ് സർ ജോൺ ഷോർ. റിച്ചാർഡ് വെല്ലസി. ബംഗാൾ കടുവ എന്ന സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് റിച്ചാർഡ് വെല്ലസി. ഞാൻ ബംഗാൾ കടുവയാണ്, ബംഗാളിലെ കടുവ എന്നറിയപ്പെടുന്നത് ഞാനാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് റിച്ചാർഡ് വെല്ലസി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസി 1798. ആ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ചത് ഹൈദരാബാദാണ്. ആദ്യമായി ഒപ്പുവെച്ചത് ആരായിരുന്നു? ഹൈദരാബാദ്. പിന്നീട് ഒപ്പുവെച്ചതാണ് തഞ്ചാവൂരും ഇൻഡോറുമാണ് പിന്നീട് ഒപ്പുവെച്ചത്. ആദ്യമായി ഒപ്പുവെച്ചത് ഹൈദരാബാദാണ്. ഇത് നോട്ട് ദ പോയിൻ്റാണ്. കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചതും റിച്ചാർഡ് വെല്ലസിയുടെ കാലത്താണ്. കൽക്കത്തയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചതും റിച്ചാർഡ് വെല്ലസിയുടെ കാലത്താണ്. ജോർജ് ബാർലോയുടെ കാലത്താണ് വെല്ലൂർ കലാപം നടന്നത്. 1806 വെല്ലൂർ കലാപം നടന്നപ്പോഴുള്ള ഗവർണർ ജനറൽ ആരായിരുന്നു? ജോർജ് ബാർലോ. ഇതും PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടിമ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ജോർജ് ബാർലോ അടിമ വ്യാപാരം അവസാനിപ്പിച്ചു. പക്ഷേ നിയമപരമായി അവസാനിപ്പിച്ചത് മറ്റൊരു വ്യക്തിയാട്ടോ. നമുക്ക് വരും ക്ലാസ്സിൽ പറയാം. മിൻറ്റോ 1809 അമൃത സന്ധിയിൽ ഒപ്പുവെച്ചത് മിൻറ്റോ 1 ആണ്. വേറെ മിൻറ്റോ ഉണ്ട്. മിൻറ്റോ 1 കുറിച്ചാണ് അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ചത്. ഹേസ്റ്റിങ്സ് മഹൽവാരി എന്ന ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്
ഹേസ്റ്റിംഗ് ആണ്. മഹൽവാരി എന്ന ഭൂനികുതി വ്യവസ്ഥ. എന്താണ് അതിൽ നികുതി പിരിച്ചിരുന്നത്? ഗ്രാമത്തലവന്മാരായിരുന്നു. ഓരോ യൂണിറ്റുകളായി തിരിച്ചിരുന്നു, ഗ്രാമങ്ങളെ യൂണിറ്റുകളായി തിരിച്ചിരുന്നു. ആ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതികൾ പിരിച്ചിരുന്നത്. അത് നടപ്പിലാക്കിയത് ഹേസ്റ്റിംഗ് പ്രഭുവായിരുന്നു. കൊള്ളസംഘമായി പിണ്ടാരികളെ അമർച്ച ചെയ്തു. കൊള്ളസംഘമായ പിണ്ടാരികളെ അമർച്ച ചെയ്തു. അടുത്ത പോയിന്റ്, വില്യം ബെൻഡിക്, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും നാളും ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അത് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിലാക്കി മാറ്റിയത്, അങ്ങനെ ആദ്യത്തെ സ്ഥാനം കരസ്ഥമാക്കിയത് വില്യം ബെൻഡിക്കാണ്. വില്യം ബെൻഡിക്ക് ഉദാരമനസ്കൻ എന്ന് ഉദാരമനസ്കനായ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ആര്? വില്യം ബെൻഡിക്ക് അല്ലേ? ഉദാര മനസ്കനായ, ചിരിയൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരോട് ചിരിയൊക്കെ സ്നേഹമുള്ളവനായിരുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഉദാരമനസ്കൻ എന്ന് പറയാൻ കാരണം. എന്താണ്? ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് വില്യം ബെൻഡിക്ക്. ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പേർഷ്യൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിനാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സതി നിരോധിച്ചത് ഇദ്ദേഹമാണ്. സതി നിയമപരമായിട്ട് നിരോധിച്ചു. പെൺ ശിശുഹത്യ നിരോധിച്ചു. അങ്ങനെ അപ്പോൾ സതി നിരോധിച്ചത്, പെൺ ശിശുഹത്യ എല്ലാം നിരോധിച്ചത് ആരായിരുന്നു? വില്യം ബെൻഡിക് പ്രഭുവായിരുന്നു. മാത്രവുമല്ല, നമ്മുടെ മെക്കാളെ മിനിറ്റ്സ് നടപ്പിലാക്കിയത്, മെക്കാളെ പ്രഭുവിൻ്റെ നടപ്പിലാക്കിയതും ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. വില്യം ബെൻഡിക്കിൻ്റെ കാലത്തായിരുന്നു, 1835. കൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് കൽക്കട്ടയിൽ 1835. അടുത്തതാണ് ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ അല്ലെങ്കിൽ ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലായിരുന്നു ചാൾസ് മെറ്റ്കാഫ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചാൾസ് മെറ്റ്കാഫ് ലിബറേറ്റർ ഓഫ് പ്രസ്, ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നും അറിയപ്പെട്ടിരുന്നു. നെക്സ്റ്റ് വൺ, ഓക്ലാൻഡ് പ്രഭു. സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയതാണ് ഓക്ലാൻഡ് പ്രഭു. സിംല മാനിഫെസ്റ്റോ. എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിച്ചാൽ കഴിഞ്ഞാൽ പേരൊന്നോർത്തിരിക്കുക. ഓക്ലാൻഡാണ് സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയത്. എലൻ ബറോ അടിമത്തം നിയമപരമായി നിരോധിച്ചതാണ്. ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. എലൻ ബറോയാണ് അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. എലൻ ബറോയാണ് അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. ഹാർഡിജ് കാരണം ഹാർഡിജും ഇൻഡോയൊക്കെ പിന്നെയും വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഹാർഡിജ്. നരബലി അമർച്ച ചെയ്തു. നെപ്പോളിയൻ യുദ്ധത്തിൽ ഒരു കൈ നഷ്ടമായത്. അങ്ങനെ ഇന്ത്യയിൽ വന്ന ഒരു കൈ ഇല്ലാതെ വികലാംഗനായ ഒരു വ്യക്തിയായിരുന്നു ഹാർഡിജ്. ഡൽഹൗസി, ഇപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു ഡൽഹൗസി എന്നൊരു പട്ടണം ഹിമാചൽ പ്രദേശിലുണ്ട് കേട്ടോ. ഡൽഹൗസിയുടെ പേരിൽ തന്നെ ഒരു പട്ടണം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൗസി ആയിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൗസി ആയിരുന്നു. അദ്ദേഹത്തിന് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നു. ഡൽഹൗസി പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം. റെയിൽവേ, ടെലിഗ്രാഫ്, തപാൽ സംവിധാനം എന്നിവയെല്ലാം ആരംഭിച്ച അദ്ദേഹമാണ്. റെയിൽവേ, ടെലിഗ്രാഫ്, തപാൽ സംവിധാനം എന്നിവയെല്ലാം ആരംഭിച്ചത് ഡൽഹൗസി പ്രഭുവാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് 1854 ഈ ഡൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ചും ആരുടെ കാലത്തായിരുന്നു? ഡൽഹൗസി പ്രഭുവിൻ്റെ കാലത്തായിരുന്നു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കി. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു. പിന്നീട് നമ്മൾ ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഡൽഹൗസിയുടെ യഥാർത്ഥ പേരാണ് ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസേ. ഇത് ഏത് ഗവർണർ ജനറലായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡൽഹൗസിയുടെ യഥാർത്ഥ പേരാണ് ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസേ. മറന്നു പോകരുത്, ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഗവർണർ ജനറൽമാരെക്കുറിച്ചും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികളെക്കുറിച്ചാണ്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിച്ചാൽ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരും ക്ലാസ്സുകളിൽ നമുക്ക് വൈസ്രോയിമാരെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും
സ്റ്റേറ്റ്മെൻ്റ് ലെവലിലുള്ള ചോദ്യോത്തരങ്ങൾ വളരെ നിഷ്പ്രയാസം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. HSA പരീക്ഷകളും എല്ലാ PSC പരീക്ഷകളും അതിൻ്റേതായ സീരിയസ്നെസ്സോടു കൂടി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവ് മനസ്സോടു കൂടി പരീക്ഷ എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ. LSSൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.